സംഗീതത്തിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ നന്ദകുമിതം ഭജൻസിലെ 2 പേരാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നവീൻ ചേട്ടാ, പ്രവീൺ ചേട്ടാ, സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്താണ്. എവിടെയാണ് നവീൻ ചേട്ടാ നമ്മളിപ്പോൾ ഉള്ളത്? ഇപ്പം നമ്മളുള്ളത് വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. അതിൻ്റെ ആൽത്തറയിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ നാട്, എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ പ്രവീണിൻ്റെ വീടാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം നമ്മളുടെ തട്ടകം എന്ന് പറയാം. നമ്മളിവിടെ പാട്ട് പാടിത്തുടങ്ങിയ നമ്മളുടെ അമ്പലമാണ്, നമ്മളുടെ നാട്ടുകാരാണ്. കുളങ്ങരേ വാഴും മഹാവിഷ്ണു തമ്പുരാനേ നിന്നെ കൈതൊഴുന്നേൻ അൻപോടടിയന പാദപത്മങ്ങളിൽ കുമ്പിട്ട് കൂപ്പി. നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മയുള്ള നിങ്ങളുടെ ലൈഫിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. നമ്മളുടെ സ്വന്തം സ്ഥലം, നമ്മളുടെ തട്ടകം എന്നൊക്കെ പറയാം, വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം. അപ്പം നമ്മൾ നന്ദകുമിതം ഭജൻസ് ആദ്യം പിച്ച് വെച്ച് നടക്കുന്ന സമയത്ത് നമ്മളുടെ ആദ്യത്തെ പ്രോഗ്രാമുകളെല്ലാം ചെയ്ത് സഹിച്ച നാട്ടുകാരാണ് ഇത് മുഴുവൻ. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാംസ് ആണെങ്കിലും പുതിയ പരീക്ഷണങ്ങളാണെങ്കിലും സപ്താഹങ്ങൾ എന്നുള്ള സപ്താഹങ്ങൾ 7 ദിവസം ഉണ്ടാവുമല്ലോ. അപ്പോൾ 7 ദിവസത്തിലും 7 ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവും സ്റ്റേജിൽ. ഇപ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ പ്രോഗ്രാംസ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസൊക്കെ ചെയ്തേക്കുന്നതും പുതിയ പുതിയ പരീക്ഷണങ്ങളും പാട്ടുകളും അല്ലേ? അതെ, തീർച്ചയായിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രേക്കിന് നിർത്തുമ്പോൾ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂർ, വൈകുന്നേരം ഇത് പറഞ്ഞല്ലോ 1.5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് പ്രസാദം കൊടുക്കുന്ന സമയത്ത് ഫുൾ ടൈം ഭജന അങ്ങനെ ഒരു ഭ്രാന്തായിട്ട് കൊണ്ട് നടന്നിരുന്നതാണല്ലോ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നവീൻ പറഞ്ഞ പോലെ എല്ലാവരും അത് സഹിച്ച് ക്ഷമിച്ച് ഞങ്ങളെ ശ്രമിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം നന്ദഗോവിന്ദത്തെ ഇത്ര ആളുകൾ. അപ്പം ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടെ അമ്പലമാണ്. അതെ. ഈ കുട്ടിക്കാലം മുതലേ നിങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നോ? ഞങ്ങൾ ഒരുമിച്ച് 6ാം ക്ലാസ് ഒരുമിച്ച്. നിങ്ങളുടെ പേരും ഭയങ്കര രസാ, നവീൻ പ്രവീൺ. പേരിൽ തന്നെ ഒരു ഒത്തിരി പേര് ചോദിക്കണ്ട ബ്രദേഴ്സ് ആണോ? എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ആണോ എന്നൊരു സംശയം. ഇപ്പൊ ഈ ഒരു ക്ഷേത്രാങ്കണത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 പേർക്കും മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഓർമ്മയിൽ വരുന്നത്? ഇവിടെ ഇരിക്കുമ്പോഴത്തേനും ഒരുപാട് പാട്ടുകൾ, ഒത്തിരി പാട്ടുകളുണ്ട്. അതാ പറഞ്ഞത്, അത്യാവശ്യം മിക്ക പാട്ടുകളും പാടി തുടങ്ങിയ തന്നെയാണ്. ഓർമ്മകൾ ഒരുപാടാണ്. പിന്നെ ഇപ്പം കാണുന്ന നന്ദഗോവിന്ദത്തിൻ്റെ ഈ ഒരു സ്റ്റൈലിൻ്റെ ആദ്യത്തെ ഒരു വേർഷൻ ഞങ്ങൾ പരീക്ഷിച്ചതും അങ്ങനെയാണ്. ഇതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു ആ സാധനങ്ങൾ. ഇപ്പൊ ഭജനയിൽ പ്രേക്ഷിക്കേണ്ട ഇവർക്കൊക്കെ അറിയാം. ലീഡ് ഗിറ്റാറും ബേസ് ഗിറ്റാറും അതുപോലെ തന്നെ പ്രോപ്പർ ഡ്രംസും എല്ലാം വെച്ചിട്ടൊരു ഭജന ഞങ്ങൾ ചെയ്തായിരുന്നു. ഇപ്പൊ നമ്മൾ അത്രയും ചെയ്യുന്നില്ല. അതിന്റെ ഒരു ലൈറ്റ് വേർഷനാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇത് ആദ്യം ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു റിയാക്ഷൻ റെസ്പോൺസ്, നമ്മുടെ നാടാണ്, അപ്പം ആളുകൾ എങ്ങനെ ആദ്യത്തെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും അത് ഓർമ്മയുണ്ടോ? അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അല്ല, ഇവിടെ നമ്മുടെ അമ്പലത്തിലുള്ള ഒരു ഏറ്റവും ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ മൈൻഡാണ്. എന്ത് പരീക്ഷണങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാം. അവര് റെഡിയാണ് ആ കാര്യത്തില്. പക്ഷെ ആ ഒരു നിങ്ങൾ ചെയ്തു നോക്കുന്ന പറയുന്നത്, ചെയ്തു നോക്കൂ, പിന്നെ റിസൾട്ട് പിന്നീടാണല്ലോ വരിക. ഫസ്റ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓഡിയൻസ് വേണമല്ലോ. നമുക്ക് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന അങ്ങനെയാണല്ലോ. അപ്പം നമ്മളുടെ ആദ്യത്തെ ഓഡിയൻസ് നമ്മളെ ഈ പാട്ട്, നമ്മുടെ നാട്ടുകാർ, നമ്മളുടെ വേമ്പിൻകുളങ്ങര അമ്പലം, ഇവിടെ വരുന്ന ആൾക്കാർ, പിന്നെ ഇവിടുത്തെ ചുറ്റുമുള്ള ആൾക്കാർ, ഇവിടുത്തെ സ്പീക്കറൊക്കെ വെച്ചിട്ട് ആൾക്കാർ സഹിക്കേണ്ടതില്ല. അത് ഒരു ദിവസം ഇത്രയും പാട്ടുകൾ കേൾക്കുമ്പോഴും 7 ദിവസം 3 നേരം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആ ഒരു എനിക്ക് തോന്നി ആ ഒരു സ്റ്റാർട്ടിങ്, അതിപ്പോ 25 വർഷം മുമ്പ് നിങ്ങൾ കുറച്ച് പേര് ചേർന്ന് തുടങ്ങിയ സമയത്ത് ഇത്രയും സക്സസ് ചിലപ്പം പ്രതീക്ഷിക്കില്ല അല്ലെ? ഇവർ ആ സപ്പോർട്ട് തന്നില്ലെങ്കിൽ ചിലപ്പം നന്ദകുമിതം ഭജൻസ് ഇത്രയും സക്സസ് ആവില്ല. അതിനെങ്ങനെയാ കാണുന്നത്? നമ്മളിത് സക്സസ് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യണമുള്ളത്. അപ്പം ഇത് നമുക്ക് പാഷനാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഇത് കൂടത്തിൽ കൊണ്ട് നടക്കും. അത് നമുക്കിപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല. ഇപ്പം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒക്കെ നമ്മളിപ്പോൾ മന്ത്ലി ടാർഗറ്റ് വെച്ചിട്ട് പണിയെടുക്കുന്ന പണികളാണെങ്കിലും ഒക്കെ നമുക്ക് തരുന്ന ഒരു കിക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു അനുഭവം തന്നെയാണ്. അത് ഞങ്ങൾ ആൾക്കാരുണ്ടെങ്കിലും കണ്ടിട്ടുണ്ട്. പ്രോഗ്രാം സെയിം എനർജി ചെയ്യും, ആരും ഇല്ലെങ്കിൽ അതേ എനർജി തന്നെ ചെയ്യും. ഇപ്പം നമ്മളിപ്പം 10,000 ആൾക്കാർ ഫ്രണ്ടിലുള്ള അതേ എനർജിയിലാണ് ഞങ്ങൾ ഒരാളുള്ളപ്പോഴും ഞങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ
ഉദാഹരണം പറയുകയാണെങ്കിൽ ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ നവീൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ, ഒരാളൊക്കെ ഉള്ളൂ മുന്നിൽ. നമ്മുടെ മേ ബി നവീൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാവും. അവരാണ് മെയിൻ ഓഡിയൻസ്. മിക്ക പരിപാടികൾക്കും അവർ നമ്മുടെ ഒപ്പം വരാറുണ്ട്. പിന്നെ സൗണ്ട് വർക്ക് ചെയ്യുന്ന ആൾ കാണും, പിന്നെ കമ്മിറ്റിയിലുള്ള 1-2 പേര്, അല്ലെങ്കിൽ 1-2 നാട്ടുകാർ. ആ സമയത്ത് നമ്മൾ പാടുന്നത് ഈ 2.5 മണിക്കൂർ. അത് ആളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പ്രോഗ്രാം നിർത്തി നമ്മളിതുവരെ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ ആ ഫുൾ പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്തിട്ടേ പോന്നിട്ടുള്ളൂ. കാരണം നമ്മൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രോഗ്രാം ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ വേമ്പിംകുളങ്ങര ചെയ്തപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ നമുക്കുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇത്രയേറെ പാട്ടുകൾ പഠിക്കാൻ പറ്റിയത് ഇതുകൊണ്ടാണ്. 7 ദിവസം ഈ പറഞ്ഞ പോലെ 3 നേരം ഞങ്ങളിങ്ങനെ പാടുമ്പോൾ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പാടുമ്പോൾ ഒരേ പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റില്ല. മേ ബി കുറച്ച് പാട്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് പാടാം എന്നല്ലാതെ എല്ലാ ദിവസവും പാടുന്ന പാട്ടുകൾ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പാടാൻ പറ്റില്ല. അപ്പോൾ ഓരോ ദിവസവും ഈ പ്രോഗ്രാം കഴിഞ്ഞ്, നവീൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്, അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഇവിടുന്ന് പ്രോഗ്രാം കഴിയുന്നു, നേരെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, നേരെ നവീൻ്റെ വീട്ടിൽ പോകുന്നു, പുതിയ പാട്ടുകൾ കേൾക്കുന്നു, അപ്പം തന്നെ എഴുതിയെടുക്കുന്നു. അങ്ങനെ ഉണ്ട്. നമുക്ക് പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത ഒത്തിരി പാട്ടുകൾ സമ്പ്രദായബദ്ധമായിട്ടും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫിലിമിക്സ് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. അതല്ലാതെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഞങ്ങൾ കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പാടാനുള്ള കളക്ഷൻ ഉണ്ട്. അത്രയായിരുന്നു. ആയിരക്കണക്കിന് എത്ര അറിയില്ല, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും പഠിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ എല്ലാവർക്കും പുതിയ പാട്ടുകൾ പാടണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് പാടാറില്ല. ഇപ്പൊ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ 2.5 മണിക്കൂർ അവരിങ്ങോട്ട് ലിസ്റ്റ് തരും. പകുതി ഇത് പാടണം, അല്ലെങ്കിൽ മനോഹരി പാടണം, കണ്ടോവിഴക്കിൽ പാടണം, അങ്ങനെയുള്ള കുറെ പാട്ടുകൾ, രാധൻ പ്രേമത്തോടാണല്ലോ, അതെല്ലാം അങ്ങനെയുള്ള ലിസ്റ്റുകളൊക്കെ നമുക്ക് പകുതി പ്രോഗ്രാം അവർ തരുന്ന ലിസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിന് ഞാൻ നവീൻ്റെ അടുത്ത് പറയായിരുന്നു, 15 പാട്ടാണ് ലിസ്റ്റ്. 16 പാട്ട് മതി നമുക്കൊരു 2-2.5 മണിക്കൂറിന്റെ പ്രോഗ്രാം ചെയ്യാനായിട്ട്. 15 പാട്ട് അവർ മെസ്സേജ് ആയിട്ട് അയച്ചേക്കാണ്. ഇനി വേറെ ലിസ്റ്റ് ഇടേണ്ട കാര്യമില്ല. അതാ ഞങ്ങൾ പാടിയത്. അപ്പൊ നിങ്ങൾക്ക് പുതിയ ലിസ്റ്റ്, പുതിയ പാട്ടുകൾ, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ പാട്ടുകൾ ട്രൈ ചെയ്യണം, പാടണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ ഈ ഒരു പഴയ പാട്ടുകൾ ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന പാട്ടുകൾ തന്നെ ഒന്ന് പാടിയാൽ മതി. അപ്പൊ ഇത്ര ആഗ്രഹം ഉണ്ടാവും, എന്നാൽ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് അത് പാടാനും പറ്റില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യാം? ഈ 2-3 പരിപാടികളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടുള്ള പ്രോഗ്രാമുകളിൽ ഞങ്ങൾ ഒരു 3-4 പാട്ടുകൾ ഞങ്ങളുടെ പഴയതും ഇതായിട്ടുള്ള പാട്ടുകൾ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തു. അതിനൊപ്പം തന്നെ ഞങ്ങൾ പഠിച്ചു വെച്ച പഴയ പാട്ടുകൾ ഒരു 4 എണ്ണത്തോളം, അല്ലേ, ഒരു 3-4 പാട്ടുകൾ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ. ഇതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ലൈവ് കാണുന്നവരെയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം പല അമ്പലങ്ങളിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഓഡിയൻസ് ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരേ ലിസ്റ്റ് ഓഫ് സോങ്സ് പാടിയാലും അവരെ സംബന്ധിച്ചത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ആണ്. പക്ഷെ ലൈവ് കാണുന്നവരെന്നും ഒരേ പാട്ടുകൾ കാണുന്നത്. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ പുതിയ പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓൺ സോങ്സുകൾ ആഡ് ചെയ്യണം. അതുകൊണ്ട് ഓൺ സോങ്സ് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2-3 കുറച്ച് പാട്ടുകൾ നമ്മൾ ഓൺ സോങ്സ് നമ്മൾ സ്റ്റേജിൽ പ്രോഗ്രാംസിൽ പാടുന്നുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇറക്കിയ ആൽബംസ് കുറച്ചെണ്ണം അത് 2-3 സ്റ്റേജിൽ പാടി. പിന്നെ അത് ഞങ്ങൾ തന്നെ കാര്യം ഇത് തന്നെ റീസൺ, ആൾക്കാർക്ക് കേൾക്കേണ്ട പാട്ടുകൾ നമ്മളുടെ ഭാഷയിലെ പാട്ടുകൾ. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിലാണ്. ഈ വർഷത്തെ ഫോക്കസ് മുഴുവനും പ്രൊഡക്ഷനാണ്. അപ്പം നമ്മളൊരു ഫെബ്രുവരി 5-ാം തീയതി, ഞാൻ പറയുന്നില്ല ഇപ്പോൾ റെക്കോർഡിങ് ആരുടെ കൂട്ടത്തിലാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. നമ്മളൊരു മലയാളത്തിൽ തന്നെ ഒരാൾ തന്നെ നമ്മളൊരു ഫസ്റ്റ് പ്രൊഡക്ഷൻ അദ്ദേഹത്തിൻ്റെ കമ്പോസിഷനിൽ മലയാളത്തിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരാൾ എഴുതിയ പാട്ട് ഞങ്ങൾ ഫസ്റ്റ് റെക്കോർഡിങ് ഫെബ്രുവരി 5-ാം തീയതിയാണ് റെക്കോർഡിങ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഭജൻ കണക്ട് കൊല്ലത്തിൽ, അത് പിന്നെ സാർ ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം. ശരത് സാർ വന്നിട്ടുണ്ടായിരുന്നു. ശരത് സാർ വന്നു, നമ്മൾ പ്രോഗ്രാം കണ്ടു. അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്ത് 2 പാട്ട് പാടി. പ്രണതോസ്മിയൊക്കെ അദ്ദേഹത്തിന് പാടി. അതിനുശേഷം സ്റ്റേജ് വെച്ചിട്ട് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് ചെയ്ത് ശരത് സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ആഗ്രഹമല്ലേ, ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം? നിങ്ങൾക്ക് ഒരു ഭയങ്കര ആഗ്രഹം പ്രണതോസ്മി ദുബായിൽ നിന്നാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് ഇപ്പൊ ഈ ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ എടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അവര് കാണുമോന്നൊക്കെ ഞങ്ങൾ ചോദിക്കും. ശരത് സാറിന്റെ പാട്ടുകൾ സാറിന്റെ അടുത്ത് ഞങ്ങൾ നേരിട്ട് പറയുകയും ചെയ്തു. അപ്പം നമ്മളത് ആദ്യമായിട്ട് പാടുമ്പോൾ ഞാനും നവീനും കൂടെ പറയണത് അവര് കാണും. പക്ഷെ ഞങ്ങൾ കൃപാകരി പാടിയപ്പോഴത്തേക്കും ഈ പറഞ്ഞ അതിന്റെ 3 പേര്, അതായത് പാടിയ ആള്, എഴുതിയ ആള്, കമ്പോസ് ചെയ്ത ആള്, 3 പേരും കമന്റ് ചെയ്തായിരുന്നു. പക്ഷെ ശരത് സാറിന് ഈ പാട്ട് കേൾക്കുന്നുണ്ടെന്ന് അങ്ങനൊന്നും ഞങ്ങൾക്കൊരു ചിന്തയില്ല. സാറ് പക്ഷെ കേട്ടിരുന്നല്ല, എന്റെ ഫീൽഡിൽ മൊത്തം നിങ്ങളാന്ന് പറയും, ഫുൾ കേൾക്കണത് എല്ലാവരും. ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഒരു സിംഗർ, ഒരു ഫേമസ് ആയിട്ടുള്ള സിംഗർ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പാടണം, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ആരും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ മുന്നിൽ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജ് ഓർക്കുകയാണ് ഇന്നാളുടെ മുൻപിൽ പാടാൻ പറ്റിയത്, ഇന്നും എനിക്കത് ഭയങ്കര ഒരു മെമ്മറി ആയിട്ട് കിടക്കുന്നു മനസ്സിൽ. ഇപ്പം എനിക്കിപ്പോൾ പേഴ്സണലി ഇപ്പം കൈതപ്പുറം ദാമോദരൻ തമ്പുരാൻ സാറിൻ്റെ ഫ്രണ്ടിൽ അതൊരു
ഒരു ലെജൻഡാണ് അദ്ദേഹം. അപ്പം നമ്മൾ ശരത് സാറും ഡിഫറെൻ്റ്ലി എല്ലാവരും, പക്ഷെ എന്നാലും അദ്ദേഹം എന്ന് പറയുന്നത് നമുക്ക് ഈ മലയാളത്തിൽ തന്നേക്കുന്ന കവിതകൾ അല്ലെങ്കിൽ പാട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് അത്രയും വാല്യുബിളാണ്. അദ്ദേഹം അന്ന് നമ്മൾ പ്രോഗ്രാമിന് പറഞ്ഞു, പ്രോഗ്രാമിന് 2-2.5 മണിക്കൂറൊന്നും അദ്ദേഹം ഇരിക്കാറില്ല, പക്ഷെ പ്രോഗ്രാമിന് ഫുള്ളി ഇരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് തന്ന ഫീഡ്ബാക്കൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മനസ്സ് നിറയ്ക്കുന്നൊരു അത് മതി നമുക്കിനി മുന്നോട്ടുള്ള ഫ്യൂവലേ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ. അദ്ദേഹത്തിന്റെ കമന്റും ഭയങ്കരമായിരുന്നു. അത് നിങ്ങളുടെ കണ്ണ് അറിയിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കണ്ണും മനസ്സും ഒക്കെ അറിയിച്ചു.